വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ സൂപ്പ് വീട്ടിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് കറക്റ്റ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ചിക്കൻ സൂപ്പിൻ്റെ അതേ ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും, അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് പട്ട, ഒരു ചെറിയ ഗ്രാമ്പു, ഇതെല്ലാം ആഡ് ചെയ്തിട്ടാണ് നന്നായി വേവിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ചിക്കൻ മാറ്റിയിട്ട് ബാക്കി ചിക്കൻ സ്റ്റോക്ക് മാത്രം മാറ്റി വെക്കാം. മാറ്റി വെച്ച ചിക്കൻ നമുക്ക് ബോൺലെസ് ആക്കണം. ഇപ്പോൾ നമുക്ക് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതേപോലെ ഒരു ചെറിയ കഷ്ണം സവാള, ഇതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴന്നു പോകരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഇപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ക്യാരറ്റും കാബേജുമാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടി ചെറിയ തീയിൽ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ്, അതും കൂടിയിട്ട് ആഡ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് സോയാ സോസ് കൂടിയിട്ട് ആഡ് ചെയ്യാം. ഇവിടെ 2 വലിയ ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇത് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാണ്. ബോണ് മാറ്റിയിട്ടുള്ള ചിക്കനാണ്. ചെറിയ പീസസായിട്ട് കൈ വെച്ച് തന്നെ നല്ല ചെറിയ പീസസാക്കി കട്ട് ചെയ്തെടുത്തതാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കുറച്ച് വിനീഗർ കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് കൂടി ആഡ് ചെയ്യാം. ഇത് നന്നായി നമ്മൾ തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില കൂടിയിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ നന്നായി കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈവിടാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്ലീസ് ഡു വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.